നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ആർ ദേ ട്രൂലി ലവിങ് യു ആസ് യു ഡു? ഓക്കെ. ഏതൊരു സമയത്തും അവര് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ്, ഒരു മാരീഡ് ലൈഫാണ് അവര് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം. നിങ്ങൾ നേരിൽ കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, സോൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ മറ്റുള്ള വ്യക്തികൾ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. അതായത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത, മേ ബി എന്തെങ്കിലും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കരിയർ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ കരിയർ മേഖലയിൽ, ജോലി സ്ഥലങ്ങളിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജോലിയിൽ ഒരുപാട് സ്ട്രെസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സാഹചര്യമാണ് എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള റിപ്ലൈകൾ തരുന്നുണ്ടാവില്ല. അതെല്ലാം നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അവരുടെ ലൈഫിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത്. ബിയോണ്ട് ഇല്യൂഷൻ, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു ചേഞ്ച് ആണ് അവരുടെ ലൈഫിൽ വരുന്നത്. അവർക്ക് അവരാഗ്രഹിച്ച ഒരു ഡ്രീം അവർ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റീസൺ, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ലൈഫ് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ലൈഫിൽ നിന്നും ഒഴിവാക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. കാരണം അത്രമാത്രം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നാൽ മാത്രമേ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ടോട്ടാലിറ്റി അപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. തീരുമാനം എടുക്കാൻ കഴിയാതെ അവരുടെ മനസ്സിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. യെസ്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരോ ഒരാൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു മിസ്സിംഗ് പീസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സിറ്റുവേഷൻ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അത്രമാത്രം ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. മേ ബി അവർ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ അവഗണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണുള്ളത്. ആൻഡ് ദെൻ യെസ്, ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ ഒരുപാട് ബേർഡൻ ഉണ്ട്. അവരുടെ ചുമലിൽ അവർ ഒരുപാട് ഭാരങ്ങൾ അവർ ചുമക്കുന്നുണ്ട്. അതായത് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർ ഒരു ഐസൊലേഷനിലാണ്. അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് അവർ ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവരിയ്ക്കുകയാണ്. അവർക്ക് ഒരു തരത്തിലും അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അവർ ആ ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവർ പോലും അറിയാണ്ട് അവർ ഒരുപാട് കരയുന്നുണ്ട്. അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ.
ഓക്കെ. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. മേ ബി അവർ നിങ്ങളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ഏതൊരു സമയത്തും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് ഡ്രീം ചെയ്യുന്നത്. സാഹചര്യവശാൽ അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഐ എം സോറി ഫോർ നോട്ട് റിപ്ലൈയിങ് യുവർ ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം. ഒരുപാട് മെസ്സേജസ് അവർക്ക് അയച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിനൊന്നും അവർ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അതിൻ്റെ പേരിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായി സെപ്പറേറ്റഡ് ആയവരുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് അതിന് വേണ്ടിയിട്ട് സോറി പറയുന്നുണ്ട്. ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, അവർക്ക് ഈ സിറ്റുവേഷൻ പോലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് ആ ഒരു സാഹചര്യത്തിനെ പറ്റിയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ദെൻ ഐ വിഷ് ടു സർപ്രൈസ് യു. ഇതിനിടയിലും ഇത്രയും അധികം അവർ ബുദ്ധിമുട്ടുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് ഒരു ജസ്റ്റിസ് അവർക്ക് വേണം, അവർ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ. ദർ ഈസ് സം മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് ഒരു സെപ്പറേഷനിലേക്ക് പോയി എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഐ നീഡ് ടൈം. തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൂടി നിങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് അവർ പറയുന്നുണ്ട്. അവർക്ക് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക. ഓക്കെ. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ചാണ് ഡ്രീം ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ്, നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സന്തോഷം എല്ലാം അവർ ഏതൊരു സമയത്തും ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഒരുപാട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് വളരെ വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. ഓക്കെ.